ഭഗവതേ വാസുദേവായ. പ്രണവം അസ്ട്രോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. ഞാനിവിടെ പറയുന്നത് ചോതി നക്ഷത്രത്തിൽ ജനിച്ചവരുടെ പൊതുവായിട്ടുള്ള സ്വഭാവ സവിശേഷതകളെക്കുറിച്ചും കൂടാതെ 2026 പുതുവർഷത്തിലാണെങ്കിൽ ചോതി നക്ഷത്രക്കാർക്കുണ്ടാകുന്ന ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചുമാണ് ഞാനിവിടെ പറയുന്നത്. പൊതുവേ ഈ നക്ഷത്രക്കാർ ശാന്തശീലരും വളരെയധികം ബുദ്ധിശക്തിയുള്ളവരും വൃത്തിക്കും സത്യസന്ധതയ്ക്കും വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന ശുഭാപ്തി വിശ്വാസമുള്ള ഈ നക്ഷത്രക്കാർ തൻ്റേതായിട്ടുള്ള കഴിവിൽ സ്വയം വിശ്വസിക്കുന്നവരാണ്. എന്നാലോ ഇവരുടേതായിട്ടുള്ള ബാല്യകാലത്ത് കുറച്ചൊക്കെ വിഷമാവസ്ഥകളിലൂടെയും ബുദ്ധിമുട്ടുകളിലൂടെയും കടന്നു പോകുമെങ്കിലും ആരോടും കടപ്പാടില്ലാതെ തൻ്റെ മനസ്സ് ആഗ്രഹിച്ചതായിട്ടുള്ള ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്നതിന് വേണ്ടിയിട്ട് ബുദ്ധിപരമായിട്ട് പരിശ്രമിക്കുന്നവരാണ് ഈ നക്ഷത്രക്കാർ. അതുകൊണ്ട് ഇവർ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും അതിനു മുൻപ് നല്ലതുപോലെ ചിന്തിക്കുന്നവരാണ്. ഏതൊരു കാര്യം ആഗ്രഹിച്ചാൽ പോലും അത് കിട്ടുന്നതുവരെ ഇവർക്കൊരു സമാധാനവും ഉണ്ടാകാറില്ല. എന്നാലോ വെറുതെ ഇരുന്ന് സമയം കളയുവാൻ ഇഷ്ടമില്ലാത്തവരായ ഈ ചോതി നക്ഷത്രക്കാർ എപ്പോഴും എന്തെങ്കിലുമൊക്കെ പ്രവർത്തിക്കുവാൻ ഇഷ്ടപ്പെടുന്നവരാണ്. പ്രത്യേകിച്ച് യാത്രകളെ കൂടുതൽ ഇഷ്ടപ്പെടുന്നവരാണ്. തൻ്റെ കൂടെയുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് വളരെയധികം പ്രാധാന്യം കൊടുക്കുകയും താൻ സ്നേഹിക്കുന്നവരുടെ ഏതു കാര്യമായാൽ പോലും അവരുടെ കൂടെ നിന്നുകൊണ്ട് സഹായിക്കുന്നവരാണ്. എന്നാലോ ഇവരിൽ നിന്ന്, ഈ സഹായം കൈപ്പറ്റിയവരിൽ നിന്ന് എന്തെങ്കിലും വിധത്തിലുള്ളതായ അഭിപ്രായ ഭിന്നതകളോ മനോവിഷമതകളോ ബുദ്ധിമുട്ടുകളോ വന്നാൽ പിന്നെ ആ വിഷമതകളെ കുറേ സമയം മനസ്സിൽ സൂക്ഷിക്കുകയും പിന്നീട് അവരെ പൂർണ്ണമായിട്ടും അകറ്റി നിർത്തുന്നവരായിട്ടും മാറും. പ്രത്യേകിച്ച് തന്നെ വിമർശിക്കുന്നവരെ ഇവർ ബഹുമാനിക്കാറില്ല. ഇവർക്ക് ദേഷ്യം വന്നാലോ ആ ദേഷ്യത്തെ സ്വയം നിയന്ത്രിക്കുവാൻ പോലും സാധിക്കാത്തവരാണ് ഈ ചോതി നക്ഷത്രക്കാർ. ഇവർക്ക് ഈ 2026 പുതുവർഷത്തിൽ വളരെയധികം ശ്രദ്ധയോടു കൂടിയിട്ടും ഈശ്വരാനുഗ്രഹത്തോടു കൂടിയിട്ടും ആത്മവിശ്വാസത്തോടു കൂടിയിട്ടും മുന്നോട്ട് പോകുന്ന പക്ഷം ദൈനംദിന ജീവിതത്തിൽ നിലനിന്നിരുന്നതായ പ്രതിസന്ധികളെയെല്ലാം തന്നെ മറികടക്കുവാനും ഭൗതികമായും ആത്മീയമായും ഉണർവും മനസ്സന്തോഷവും കിട്ടുന്നതായിട്ടൊരു വർഷം കൂടിയാണ് ഈ 2026 പുതുവർഷം. സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴമാണെങ്കിൽ ഭാഗ്യസ്ഥാനത്തും പിന്നീട് ഈ വ്യാഴം കർമ്മസ്ഥാനത്ത് ഉച്ചബലത്തോടു കൂടിയിട്ട് സഞ്ചരിക്കുന്നത് കൊണ്ടും ശനിയുടെയും രാഹുവിൻ്റെയും ഒക്കെ സ്വാധീനശക്തി നിലനിൽക്കുന്നത് കൊണ്ടും നിരവധിയായിട്ടുള്ള നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് ഈ ഒരു സമയങ്ങളിൽ. എന്നാലോ ആരോഗ്യ പരിപാലനത്തിലും ജീവിത അനുഷ്ഠാനങ്ങളിലും ചിട്ടയായിട്ടുള്ളൊരു ജീവിത ശൈലി തുടരേണ്ടതാണ് ഈ ഒരു സമയങ്ങളിൽ. കുടുംബത്തിലാണെങ്കിലും കുടുംബ ബന്ധങ്ങളിലാണെങ്കിലും ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലും എല്ലാം തന്നെ സന്തോഷവും സമാധാനവും നിലനിൽക്കും. പൊതുവേ സമൂഹത്തിൽ നല്ല നല്ല ബന്ധങ്ങൾ നിലനിർത്തുവാൻ സാധിക്കുന്നതായിട്ടൊരു സമയമാണ്. മക്കളുടേതായിട്ടുള്ള കാര്യങ്ങളിലാണെങ്കിലും വളരെ വളരെ സന്തോഷത്തിന് സാധ്യത കാണുന്നുണ്ട്. പുതിയ വീട് വാങ്ങുവാനോ നിലനിൽക്കുന്നതായ വീടിൻ്റെ അറ്റകുറ്റപ്പണി പൂർത്തീകരിക്കുവാനും സാധിക്കുന്ന സമയമാണ്. ഇനി തൊഴിൽപരമായിട്ട് ചിന്തിക്കുമ്പോഴാണെങ്കിൽ കർമ്മസംബന്ധമായിട്ട് പുതിയ പുതിയ അവസരങ്ങൾ വരികയും അതുമൂലം സ്ഥാനക്കയറ്റവും സാമ്പത്തികപരമായിട്ടുള്ള നേട്ടങ്ങൾക്കും സാധ്യത കാണുന്നുണ്ട്. പ്രത്യേകിച്ച് കഠിനാധ്വാനവും അർപ്പണ മനോഭാവവും ഉണ്ടെങ്കിൽ ഈ ഒരു വർഷത്തിൽ ധാരാളമായിട്ടുള്ള നേട്ടങ്ങൾ കൊയ്യുവാൻ സാധിക്കുന്നതായിട്ടൊരു സമയമാണ്. ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കാണെങ്കിലും പുതിയ പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുവാനും നിലവിലെ ബിസിനസ് വിപുലീകരിക്കുവാനും അനുകൂല സമയമാണ്.
കഠിനാധ്വാനത്തിന് തക്കതായ പ്രതിഫലം കിട്ടുന്നതായിട്ടുള്ളൊരു വർഷമാണ് ഈ 2026 പുതുവർഷത്തിൽ. വിദ്യാർത്ഥികൾക്കും വളരെ വളരെ അനുകൂലമായിട്ടുള്ളൊരു സമയമാണ്. ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ളതായ അവസരങ്ങൾ കിട്ടും. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കാണെങ്കിലും വിജയ സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് ചോതി നക്ഷത്രക്കാർ ഈ ഒരു സമയത്ത് ഹനുമാനെ ആരാധിക്കുന്നതും, വിശേഷിച്ച് ചൊവ്വാഴ്ച ദിവസങ്ങളിലും വെള്ളിയാഴ്ച ദിവസങ്ങളിലും ഹനുമാന് വടമാല സമർപ്പിക്കുന്നതും രാമായണ ജപം ചെയ്യുന്നതൊക്കെ വളരെ നല്ലതാണ്.